കക്കോവിൽ ചേളാരി വിഭാഗം ജുമുഅത്ത് പള്ളി പൂട്ടിച്ചു. 100ഓളം വർഷങ്ങൾ പഴക്കമുള്ള കക്കോവ് ജുമുഅത്ത് പള്ളിയാണ് ചേളാരി വിഭാഗം പൂട്ടിച്ചത്. സംയുക്തമായി മുന്നോട്ട് കൊണ്ടുപോവാനുള്ള പൊതുജനത്തിന്റെയും തഹസിൽദാറിന്റെയും പോലീസിന്റെയും ആവശ്യങ്ങൾ അവഗണിച്ച് കാന്തപുരം വിഭാഗവുമായി ഒരു തരത്തിലുമുള്ള അനുരജ്ഞനത്തിനും തയ്യാറല്ലെന്ന് ചേളാരി വിഭാഗം നിലപാടെടുത്തതോടെ ഇന്ന് പോലീസ് കാവലിൽ ജുമുഅത്ത് പള്ളി അടഞ്ഞുകിടന്നു. ശാന്തിയുടെയും സമാധാനത്തിന്റെയും അന്തരീക്ഷം തകർന്ന് പോലീസിനും ബഹളത്തിനും ഇടയിൽ അകപ്പെട്ട ഇതര മതസ്ഥരുടെ അടക്കം പരാതികളായിരുന്നു പള്ളിപ്രശ്നം അന്വേഷിച്ച് കക്കോവിലെത്തിയ KMIC ന്യൂസ് സംഘത്തിന് കേൾക്കാൻ സാധിച്ചത്. വാഴക്കാട്ടുകാരൻ ലീഗ് നേതാവടക്കം ചിലരുടെ ഇടപെടലിലൂടെ കക്കോവിലെയും പരിസരത്തെയും പള്ളികൾ തട്ടിയെടുക്കാൻ ആസൂത്രിത ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജുമുഅ മുടങ്ങരുതെന്ന ഉദ്ദേശത്തോടെ സുന്നി വിഭാഗം എല്ലാ വിട്ടുവീഴ്ചകൾക്കും തയ്യാറായെങ്കിലും ജുമുഅ മുടങ്ങിയാലും പള്ളി പൂട്ടിക്കിടന്നാലും കാന്തപുരം വിഭാഗവുമായി ഒരു ചർച്ചയ്ക്കും തയ്യാറല്ലെന്ന നിലപാടാണ് ചേളാരി വിഭാഗം സ്വീകരിച്ചത്. 100ഓളം വർഷങ്ങൾ പഴക്കമുള്ള ജുമുഅത്ത് പള്ളിയിലെയും കക്കോവിലെയും സൌഹൃദാന്തരീക്ഷം തകരാനുണ്ടായ കാരണം കക്കോവിലെ ഹൈന്ദവ സുഹൃത്തുക്കളോട് അന്വേഷിച്ചപ്പോൾ അവർ KMIC ന്യൂസിന് നൽകിയ പ്രതികരണം ഇങ്ങനെ. പേരെന്താണ്? പേര് പരമേശ്വരൻ. പരമേശ്വരൻ. കക്കോവ് എന്ന് പറയുന്ന പ്രദേശത്ത് ജുമുഅത്ത് പള്ളി എല്ലാവർക്കും അറിയാവുന്ന 100ഓളം വർഷങ്ങൾ പഴക്കമുള്ള ഒരു ജുമുഅത്ത് പള്ളിയാണ്. ഈ പള്ളിയിൽ ഈ അടുത്ത് 2 ആഴ്ചയായി പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം? ആരാണ് ഇതിന്റെ പിന്നിൽ? അതായത് ഇരു വിഭാഗങ്ങളും സംയുക്തമായിട്ട്, അതായത് ഇവിടെ EKAP എന്നുള്ളൊരു വിഭാഗങ്ങൾ, അതായത് മുൻപേ സൗഹാർദ്ദപരമായിട്ട് നിലനിന്ന് പ്രാർത്ഥിച്ചു വരുന്ന ഒരു പള്ളിയാണ്. ഇടക്കാലത്താണ് ഒരു വിഭാഗം മാത്രം അത് കയ്യേറിയാതെ, ഈ അടുത്ത കാലത്ത് ഇപ്പോൾ അടുത്ത സമയത്താണ് ഒരു വിഭാഗം മാത്രം കയ്യേറി നിൽക്കുന്നത്. അതിൽ EK വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് അത് കയ്യേറി ഉണ്ടായത്. അപ്പം മറ്റുള്ള ആൾക്കാർക്ക് കൂടി ഇത് വെച്ചാൽ അത് ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഇവിടെ ഈ പുറത്തുള്ള ജനങ്ങൾക്ക് അടക്കം ഇതര മത വിഭാഗത്തിൽപ്പെട്ട ഞങ്ങളെ പോലത്തെ ആൾക്കാർക്കും പോലും ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് നീങ്ങുകയാണ്. സൗഹാർദ്ദാന്തരീക്ഷം നഷ്ടപ്പെട്ടിട്ടുണ്ട്. സത്യം അതാണ്, അന്തരീക്ഷം നഷ്ടപ്പെട്ടു. കാരണം ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ നടക്കുന്ന ആ ടൈമിൽ പോലും ഇവിടെയുള്ള ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് അടി കിട്ടുക, പോലീസുകാരുടെ അടി വെറുതെ വാങ്ങിക്കുന്ന ഒരു സ്ഥിതി വെച്ചിട്ടുണ്ടായി. അത് ഉണ്ടാകേണ്ട ഒരു ആവശ്യമില്ല. പള്ളി കിടക്കുന്ന അവിടെയാണ് സമാധാനപരമായിട്ട് നിൽക്കുന്നതാണ്. ഞങ്ങളെപ്പോഴും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നത്. അപ്പം നല്ലൊരു രൂപത്തിൽ പോകുന്ന സ്ഥലമല്ല. ആരുടെ ഭാഗത്താണ് പ്രശ്നങ്ങളൊന്നും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? ആരുടെ ഭാഗത്തെന്ന് വെച്ചാൽ EK വിഭാഗത്തിന്റെ ഒരു ഭാഗത്തു നിന്നാണ് ഒരു പ്രകോപനപരമായ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നത്. അതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് പെട്ടെന്നാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും കാര്യങ്ങളും. കാരണം അത് ഒരു രണ്ടാളും ഒരുമിച്ച് നിൽക്കുന്ന വഴിയിൽ നിൽക്കുന്ന പോലെ നിൽക്കുന്ന സമയത്ത് ഒരു പ്രത്യേക വിഭാഗത്തെ ഏറ്റെടുക്കുന്ന ഒരു രൂപത്തിലേക്ക് നീങ്ങാറുണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവർ തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, നന്ദി. എന്താണ് പേര്? പ്രവീൺ കുമാർ. എന്താണ് അഭിപ്രായം? കക്കോവ് ജുമുഅത്ത് പള്ളിയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നു. കക്കോവ് പ്രദേശത്താകെ ഒരു സംഘർഷാവസ്ഥയിലേക്കാണ്. എന്താണ് അഭിപ്രായം? അഭിപ്രായം പറയാമെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഉടലെടുത്തതിന് ശേഷം ഇപ്പോൾ നാട്ടിൽ തീരെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പോലീസ് സ്ഥിരമായിട്ട് നാട്ടിലുണ്ട്. ഒരു വളരെ സൗഹാർദ്ദപരമായിട്ട് ഇതുവരെ നീങ്ങിയ പള്ളിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളൊക്കെ നമ്മളെ അച്ഛന്മാരും നമ്മളെ പൂർവികന്മാരൊക്കെ ഉള്ള സമയത്ത് വളരെ സമാധാനപരമായിട്ട് നിലനിന്ന് പോന്നിരുന്ന അന്യവിഭാഗം നടത്തുക അങ്ങനത്തെ രീതിയിലല്ലാണ്ട് എല്ലാ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തിയിരുന്നൊരു പള്ളിയാണ്. ഇത് പെട്ടെന്ന് 2006 മുതലൊക്കെ 2005 അവസാനം 2006 മുതലൊക്കെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്, പ്രശ്നങ്ങളുടെ തുടക്കം. അതുവരെ വളരെ സൗഹാർദ്ദപരമായിട്ട് പോയിരുന്നൊരു പള്ളിയാണ്. ഇപ്പോൾ പെട്ടെന്നൊരു സംഘടനയുടെ തീരുമാനപ്രകാരം പിടിച്ചെടുക്കൽ പല സ്ഥലങ്ങളും നടക്കുന്നതാണ്. ഈ പഞ്ചായത്തിൻ്റെ പല മൂലകളിലും സംഭവം നടക്കുന്നുണ്ട്. ഇപ്പോൾ മൂളപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതേപോലെ തന്നെ നടക്കുന്നുണ്ട്. പള്ളി പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ കക്കോവിൽ, ഇങ്ങനെ പല സ്ഥലങ്ങളായിട്ട് ഞങ്ങൾക്ക് ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് EK വിഭാഗം എന്ന് പറഞ്ഞൊരു വിഭാഗമാണ് ഇതിന് പിറകിലെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പൊതുജനം മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം തന്നെ പലതവണ ഇരുകൂട്ടരെയും വിളിച്ച് സംസാരിച്ച് നല്ല രീതിയിൽ പോകണം എന്നുള്ള ചർച്ച വന്ന സമയത്ത് പോലും AP വിഭാഗം എന്ന് പറയുന്ന കാന്തവിഭാഗം വിഭാഗം ഒരു പരിധിവരെ അതിനോട് സഹകരിച്ചുകൊണ്ടിരുന്നതാണ്. പഴയ രീതിയിൽ 2004 ഉടമ്പടി പ്രകാരം തന്നെ പള്ളി നടന്നു പോകട്ടെ എന്നുള്ള തീരുമാനത്തിൽ പോയ ആളുകളാണ് AP വിഭാഗം. പക്ഷെ അതിന് ഒരു നിലയ്ക്ക് കൂട്ടു നിൽക്കാത്തൊരവസ്ഥയാണ് EK വിഭാഗത്തിൽ നിന്നുണ്ടായത്. ഒരു തരത്തിലും ഈ അഗ്രിമെന്റിനോട് യോജിച്ച് പോകാൻ കഴിയില്ല. അവർക്ക് സ്വന്തമായിട്ട് തന്നെ നടക്കണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നതാണ് ഇപ്പോൾ നാട്ടിലിവിടെ ഉണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും പ്രദേശം പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ഇന്നലെ രാത്രി പോലും ഇവിടെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി പോലും പോലീസ് അതിന് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ ജുമുഅ മുടങ്ങുന്ന രീതിയിൽ കാര്യങ്ങളെത്തി. നാട്ടിലുള്ള വേറെ മതസ്ഥർക്ക് ഒരു പോലീസിൽ നിന്ന് അടിയിട്ടുള്ള അവസ്ഥ ഉണ്ടായി.
എല്ലാ മോഹം ഉണ്ടായിരുന്നില്ല. കുറെ ദിവസമായിട്ട് ഒരു സംഘർഷം നിലനിൽക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഓക്കെ, നന്ദി. എന്താണ് പേര്? ഷബീർ. പിന്നെ എന്താണ് കക്കോവിൽ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇപ്പം പറയുകയാണെങ്കിൽ സിമ്പിള് ഇവര് തമ്മിൽ AP ഒക്കെ മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. രണ്ടു കൂട്ടരും സംയുക്തമായിട്ട് കൊണ്ടുപോകുന്ന ഒരു പള്ളിയാണിത്. ഇത് പെട്ടെന്ന് ഇവര് നമ്മൾ അറിഞ്ഞ ഇത് എന്ന് പറഞ്ഞാല് AK വിഭാഗം ഓരോ പേരിലേക്ക് കുറച്ച് വർഷത്തെ രജിസ്ട്രേഷൻ ഓരോ പേരിലേക്കാണ്ട് ചെയ്തതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണമെന്ന് നമ്മൾ അറിഞ്ഞത്. അതിന് ശേഷം ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും അങ്ങാടിയിൽ പറഞ്ഞ പോലീസുകാർ വരും. എല്ലാ വെള്ളിയാഴ്ചയും ജുമ നടക്കണം എന്നുണ്ടെങ്കിൽ പോലീസുകാരെ കാവല് വേണം. സമാധാന അന്തരീക്ഷം ഇല്ല. പിന്നെ ജുമ നടക്കണം, പോലീസുകാർ വരണം. വന്നില്ലെങ്കിൽ അവിടെ അടിപിടി, ആ അടിപിടി അങ്ങാടിയിലേക്ക് വരെ എത്തുന്നുണ്ട്. സാധാരണക്കാരെ ഇതിലില്ലാത്തവരും എല്ലാവരും ഇതിൽ പെടുന്നുണ്ട്. എല്ലാം അതിനൊക്കെ കാരണക്കാരായി കാണുന്നത് EK-കാരായി. കക്കോവിലെ പരമേശ്വരനും പ്രവീൺകുമാറിനും സബീഷിനും പൊതുജനങ്ങൾക്കും മറ്റ് ഇതര മതസ്ഥർക്കും പറയാനുള്ളത് പ്രശ്നങ്ങളുണ്ടാക്കി ജുമുഅ മുടക്കി പള്ളി പൂട്ടിച്ച കക്കോവിലെ സമാധാനാന്തരീക്ഷം തകർത്ത ചേളാരി വിഭാഗത്തെക്കുറിച്ച് തന്നെയാണ്. ജുമുഅത്ത് പള്ളി മാത്രമല്ല, ഇരുവിഭാഗവും നടത്തുന്ന മദ്രസകളും ചേളാരി വിഭാഗത്തിന്റെ ഹീനശ്രമത്തിന്റെ ഫലമായി അടക്കപ്പെട്ടിരിക്കുകയാണ്. പള്ളിയും മദ്രസകളും പൂട്ടപ്പെടാനുണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ച് SYS പുളിക്കൽ സോൺ സെക്രട്ടറി ഉസ്മാൻ മാസ്റ്റർ പ്രതികരിക്കുന്നു. കക്കോവ് ജുമുഅത്ത് പള്ളിയിൽ ഇന്നും പള്ളി പൂട്ടിയിരിക്കുന്നു. എന്താണ് പൂട്ടാനുണ്ടായ സാഹചര്യം? ഇവിടെ ഇരുവിഭാഗം സുന്നികളും സംയുക്തമായിട്ട് സൗഹാർദ്ദപരമായിട്ട് നടന്നു വരുന്ന മഹലാണ് കക്കോ മഹല്. ഇവിടെ ചേളാരി വിഭാഗം സംസ്ഥക്കാരുടെ ഒരു പിടിവാശിയാണ് ഇന്ന് പള്ളി പൂട്ടുന്നതിലേക്ക് എത്തിച്ചിട്ടുള്ളത്. പലവട്ടം ചർച്ചകൾ നടന്നെങ്കിലും തഹസിൽദാരുടെ നേതൃത്വത്തിൽ വരെ ചർച്ച നടന്നു. എന്നിട്ടും ഇരുവിഭാഗവും ഖുത്ബ മാറി മാറി നിർവഹിക്കണമെന്ന ഒരാവശ്യം, അത് തഹസിൽദാർ വെച്ച നിർദ്ദേശം പോലും ചേളാരി സംസ്ഥ വിഭാഗം തള്ളുകയായിരുന്നു. അവരുടെ പിടിവാശിയാണ് അത്. നമ്മളെ വിഭാഗം അത് വിട്ടുവീഴ്ചക്ക് പരമാവധി തയ്യാറായിട്ടും അത് അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് പള്ളി കൂട്ടുന്നതിലേക്ക് നയിച്ചത്. എന്താണ് ചേളാരി വിഭാഗത്തിന്റെ ആവശ്യം? അവർക്ക് പൂർണ്ണമായും അധികാരത്തോടു കൂടി ജുമ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നടത്താൻ വേണ്ടി വിട്ടുകൊടുക്കണമെന്നാണ് അവർ പറയുന്നത്. പൂർണ്ണമായി എന്ന് പറയുമ്പോൾ എത്ര കാലത്തേക്കാണെന്ന പരിധിയുണ്ടോ? അവർ ചുരുങ്ങിയത് 2 വർഷത്തേക്ക് പൂർണ്ണമായും അവർക്ക് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഖുതുബയും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ, പള്ളിയിലെ ഇമാമത്തും ദർസും എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് കൊടുക്കണം. 2004 വീണ്ടും സംഘർഷം ഉണ്ടായ സമയത്ത് മധ്യസ്ഥന്മാർ ഇടപെട്ടു. അങ്ങനെയാണ് അന്ന് MLA ആയ മമ്മുണ്ണി ഹാജിയുടെ നേതൃത്വത്തിലൊക്കെ ഒരു അനുരഞ്ജന ശ്രമവും ഒരു മധ്യസ്ഥ തീരുമാനം കരാറും എഴുതി ഡിവൈഎസ്പിയുടെ മുൻപാകെ ഒപ്പിട്ടതും ഇരുവിഭാഗവും സഹകരിച്ചുകൊണ്ട് നടന്നു. 2004 മുതൽ ഇതുവരെ അങ്ങനെ നടന്നു വരികയാണ്. ഈ കഴിഞ്ഞ വർഷം എന്തുണ്ടായെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷം EK വിഭാഗം കുറച്ച് വർഷങ്ങളായിട്ട്, ഏകദേശം 29 വർഷങ്ങളായിട്ട് സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം പുതുക്കാതിരുന്ന കമ്മിറ്റിയുടെ രജിസ്ട്രേഷൻ കള്ളത്തരത്തിലൂടെ വ്യാജമായി ഏകപക്ഷീയമായിട്ട് കൊണ്ടുപോയി പുതുക്കുക ചെയ്തത്. അതുതന്നെ നിലവിലുള്ള കമ്മിറ്റികൾ 1-2 പേരെ തിരികെ കയറ്റുകയും ഒക്കെ ചെയ്തുകൊണ്ട് മരണപ്പെട്ടവരുടെ വ്യാജ ഒപ്പുവരെ ഇട്ടുകൊണ്ടാണ് EK വിഭാഗം പുതുക്കിയിട്ടുള്ളത്. ഇതാണ് പ്രശ്നത്തിന് അന്ന് കഴിഞ്ഞ വർഷം തുറക്കിട്ടത്. അതുവരെ സമാധാനപരമായിട്ട് കാര്യങ്ങൾ നടന്നു പോകുന്നത്. അവിടെ നിന്നിങ്ങോട്ട് അവർ ഈ 2004 ഉണ്ടായിരുന്ന അഗ്രിമെന്റ് ലംഘിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. കക്കോവ് മഹല് സംരക്ഷണ സമിതി ചെയർമാനും ചർച്ചകളിൽ പങ്കെടുത്ത ആളുമായ കുഞ്ഞാലി പ്രതികരിക്കുന്നു. DYSP വെച്ച 2004 അഗ്രിമെന്റ് ഇവർ 2 കൂട്ടർ സമ്മതിച്ച് പത്രങ്ങൾ എഴുതി അഗ്രിമെന്റ് പേപ്പറിൽ ഒരു വെറും കലാശാല അഗ്രിമെന്റ് പേപ്പർ ഉപയോഗിച്ച് വാല്യൂ ഉള്ള പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് എഴുതി മദ്രസ AP വിഭാഗത്തിനും EK വിഭാഗത്തിനും രണ്ടും വെവ്വേറാക്കി സ്ഥലങ്ങളും എല്ലാം വ്യത്യാസപ്പെടുത്തി എഴുതി അതിന് പ്രത്യേക പട്ടികകളും കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം 2 കൂട്ടരും കൈവശം വെച്ച് പോരുന്നതാണ്. അവരുടെ മുത്താലിമീങ്ങളും മദ്രസ വിദ്യാർത്ഥികളും മുസ്ലിംമാരും അവരെ നടത്തുന്നു, അവർ ശമ്പളം കൊടുക്കുന്നു. ഇതിൽ ഇപ്പുറം തന്നെ AP വിഭാഗത്തിന്റെ അവർ കൊടുക്കുന്നു. 2 സിലബസും 2 സിലബസായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത്രയ്ക്കും കണ്ടീഷനായിട്ട് പോരുന്ന സ്ഥലത്താണ് ഇപ്പോൾ. ഏതായാലും ഇന്ന് പള്ളി അവരുടെ നേതൃത്വത്തിൽ അടച്ചുപൂട്ടിയിരിക്കുന്നു. ഇനി പൂർണ്ണ ഉത്തരവാദിത്തം SKSSFന്റെ പൂർണ്ണ ഉത്തരവാദിത്തമാണ്. അവരുടെ പിടിവാശി മൂലമാണ് അടച്ചുപൂട്ടിയിരിക്കുന്നത്. ഇനി എന്താണ് മറ്റൊരു ചർച്ചകൾക്കായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തീരുമാനങ്ങൾക്ക് ശേഷം അത് തുറക്കും ഞങ്ങൾ എപ്പോഴും തുറന്ന വാതില. ഞങ്ങൾക്ക് പറയാനുള്ള തുല്യ അവകാശ നീതി വേണം. കാരണം ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന 500ഓളം വീട്ടുകാരുള്ള 250ഓളം വീട്ടുകാർ അവരും നമ്മളുള്ളതാണ്. അത് തമ്മിൽ പരസ്പരം കാണുന്ന ആൾക്കാരുമാണ്. അത് കാണും വേണം.
അപ്പൊ ആ നിലക്ക് രണ്ട് കൂട്ടർക്കും ഈ 2004 അഗ്രിമെന്റ് വളരെ കണ്ടീഷനായിട്ട് പോകാൻ പറ്റിയ അഗ്രിമെന്റ് ആണ്. കാരണം ഞാൻ അണ്ടിയാണോ മാങ്ങയാണോ മൂത്തതെന്ന് പറയാനില്ല. കാരണം 2 വർഷം പ്രസിഡന്റായി നിൽക്കുമ്പോൾ 2 വർഷം സെക്രട്ടറി സ്ഥാനത്താണ്. അതേ രീതിയിൽ കമ്മിറ്റി മാറുന്നു, അതേ രീതിയിൽ വരവ് ചെലവ് എല്ലാം ഉപയോഗിച്ചു പോകുന്നു. പിന്നീട് ഉണ്ടായ ഒരു ഇതെന്ന് പറഞ്ഞാൽ എസ്കെന്റെ മാത്രമായിട്ട് പള്ളി ഉപയോഗിക്കണം എന്നുള്ളതാണ്. അത് ഞങ്ങളായിട്ട് പറ്റില്ല എന്നുള്ള പോലീസ് സ്റ്റേഷനിലും മറ്റുള്ള രീതിയിൽ ഡിവൈഎസ്പിന്റെ അടുത്ത് വളരെ അത് നിഷ്പക്ഷ മതികൾക്ക് വരെ അത് വിലയിരുത്താൻ പറ്റുന്ന കാര്യമാണ്. രണ്ടു കൂട്ടരും ഉണ്ടാവുന്ന മഹലിൽ അതുണ്ട്, എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്കും അറിയാം, അപ്പോൾ മറ്റുള്ള ഇതര സമുദായക്കാർക്കും അറിയാൻ പറ്റും ഈ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി കൊടുക്കണമെന്ന്. ഇവര് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഇവര് പറഞ്ഞാൽ ഏച്ചുകൂട്ടിയത് ഇനി ശരിയാവില്ല, അത് മുഴച്ചു നിൽക്കുന്നതാണ് ഇവര് ഇതിൽപ്പെട്ട കുറച്ച് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എസ്കെ മാത്രം തലക്ക് മുത്ത പറഞ്ഞ് മുഴച്ചു നിൽക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ AP വിഭാഗമായിട്ടുള്ള ആൾക്കാരുമായിട്ട് യാതൊരു ഇതുമില്ല എന്നാണ് അവരിപ്പോ തീർത്ത് പറഞ്ഞത്. പൂർണ്ണാധികാരം അവർക്ക് തന്നെ അവർക്ക് കിട്ടണം എന്നാണ് പൂർണ്ണമായിട്ടും. AP വിഭാഗത്തിന്റെ ഒന്നും ആ പള്ളിയിൽ നടക്കരുത്. അത് ഞങ്ങൾ എന്ത് വില കൊടുത്തും ഞങ്ങൾ തടയുന്നു. പള്ളി പിടിച്ചെടുക്കാൻ ചേളാരി വിഭാഗം ഏതുവഴിയും സ്വീകരിക്കും എന്ന രീതിയായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമുഅ സമയത്ത് നടന്ന ഗുണ്ടാ വിളയാട്ടം. ദൃശ്യത്തിൽ കാണുന്നത് ലീഗ് ചേളാരി ഗുണ്ടകൾ അക്രമത്തിനായി ഉപയോഗിച്ച ആയുധം അഥവാ തൊണ്ടി മുതൽ, വാർപ്പ് കമ്പിയിൽ ആണി ബെൽഡ് ചെയ്ത് കയ്യിൽ ഒളിപ്പിച്ച് ആക്രമിക്കാനുള്ള ആയുധം, കൂടാതെ മുളകുപൊടി സ്പ്രേ തുടങ്ങി നിരവധി മാരക ആയുധങ്ങളാണ് അക്രമത്തിനായി ചേളാരി വിഭാഗം ഉപയോഗിച്ചത്.